തൊടുപുഴ പാറക്കടവ് മഞ്ഞുമാവിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കുറുക്കനെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. പുലി കൊന്നതാണ് എന്നാണ് നാട്ടുകാരുടെ ആരോപണം. വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തിന് സമീപം കരിങ്കുന്നത്ത് പുലിയെ പിടികൂടാൻ കൂടുവെച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സാഗർ ആണ് ചേരുന്നത്. സാഗർ, ഈ തെരഞ്ഞെടുപ്പ് വാർത്തകൾക്കിടയിലും ഇത്തരം ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. പലയിടങ്ങളിലും വന്യമൃഗ ജീവികളെ തുടർന്നുള്ള ശല്യം രൂക്ഷമായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് വാർത്തകൾക്കിടയിൽ അതിന് കുറച്ച് പ്രയോറിറ്റി നഷ്ടപ്പെട്ടു എന്നത് ശരിയാണ്. പക്ഷെ വീണ്ടും ഇത്തരം വാർത്തകൾ സജീവമാവുകയാണ്. ഇപ്പോൾ എന്താണ് നാട്ടുകാരുടെ ആക്ഷേപം? അഭിലാഷ്, തീർച്ചയായും ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മുതൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഈ വന്യമൃഗ ഭീഷണി, വന്യമൃഗ ശല്യവും. ഇപ്പോൾ നേരത്തെ ഹൈറേഞ്ച് മേഖലകളിൽ പലയിടത്തും പുലി ഇറങ്ങുകയും ആളുകളെ ഉൾപ്പെടെ പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ജില്ലയുടെ ലോ റേഞ്ച് മേഖലയായ തൊടുപുഴയിൽ അത്തരത്തിൽ പുലി ഇറങ്ങുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് 2 തവണ മാത്രമാണ് ഇവിടെ പുലി ഇറങ്ങിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ തൊടുപുഴ നഗരത്തിനോട് അടുത്തുള്ള 30-ാം വാർഡിലാണ് ഇപ്പോൾ പാറക്കടവ് ഭാഗത്ത് പുലി ഇറങ്ങിയതായി നാട്ടുകാർ പറയുന്നത്. ഇവർ ഇത് പറയാനുള്ള കാരണം പലരും പുലിയെ കണ്ടതായി പറയുന്നു. കൂടാതെ പ്രദേശത്ത് ഒരു കുറുക്കനെ കഴിഞ്ഞ ദിവസം ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇത് അജ്ഞാത ജീവിയുടെ ആക്രമണമാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പറഞ്ഞു. തൊട്ടു പിന്നാലെ പിറ്റേ ദിവസം ഒരു നായയെയും ഇത്തരത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തി. ഇത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിൽ നിന്നും പുലിയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്നാണ് വനംവകുപ്പ് അധികൃതരും പറയുന്നത്. ഇതോടെ തന്നെ ഈ പാറക്കടവ് മഞ്ഞുമാവ് പ്രദേശം ആകെ ഭീതിയിലായിരിക്കുകയാണ്. ഈ പാറക്കടവ് പ്രദേശത്തോട് ചേർന്ന് തന്നെയാണ് ഈ കരിങ്കുന്നം എന്ന് പറയുന്ന ഒരു മേഖലയുള്ളത്. ഇവിടെ കരിങ്കുന്നം മേഖലയിൽ ഇല്ലിചാരിയിൽ പുലിയെ കണ്ടതിനെ തുടർന്ന് 2 ആഴ്ച മുമ്പ് പുലിയെ കണ്ടിരുന്നു. ഇതേ തുടർന്ന് വനംവകുപ്പ് അധികൃതർ എത്തി ഇവിടെ പുലിയെ പിടിക്കുവാനുള്ള കൂട് സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഒരാഴ്ച പിന്നിട്ടിട്ടും ഇവിടെ പുലി കൂട്ടിൽ കയറിയിട്ടില്ല. ഇപ്പോൾ ഈ തൊടുപുഴ നഗരത്തിൽ തന്നെ പുലി ഇറങ്ങിയത് ഇവിടെ പ്രദേശവാസികൾക്ക് ആ ഭീതിയിൽ ആക്കിയിട്ടുണ്ട്. ഇവിടെ ക്യാമറ ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ച് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭ വനംവകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് സാഗർ നൽകിയത്.